ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് 3 നിറങ്ങളെക്കുറിച്ചാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. 1 റെഡ്, 2 യെല്ലോ, ബ്രൗണ്. ഞാൻ ഉപയോഗിക്കുന്ന വാട്ടർ കളറ് ക്യാമലിൻ്റെ വാട്ടർ കളറാണ്. വാട്ടർ കളറിൽ 2 ഐറ്റംസ് ഉണ്ട്. 1 സ്റ്റുഡൻറ്റ് വാട്ടർ കളറ്, 2 ആർട്ടിസ്റ്റ് വാട്ടർ കളറ്. ഈ 2 കളറുകൾക്കും പ്രത്യേകതകളുണ്ട്. ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് വാട്ടർ കളർ. സ്റ്റുഡൻറ്റ് വാട്ടർ കളർ എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ പ്രാരംഭത്തിൽ ചിത്രകല അഭ്യസിക്കുന്ന ആളുകൾക്കുള്ളതാണ് സ്റ്റുഡൻറ്റ് വാട്ടർ കളർ. അതിന് കുറച്ച് വില കുറവാണ്. അതിൻ്റെ പ്രത്യേകത, ഒരു ചിത്രത്തിൽ ഒരു ഗ്രീനോ യെല്ലോയോ ബ്ലാക്കോ ബ്ലൂവോ കൊടുത്താൽ ആ കൊടുത്ത കളറ് ഉണങ്ങിക്കഴിയുമ്പോൾ നരച്ച പോലെ, അല്ലെങ്കിൽ അത് നിറം മങ്ങിയ പോലെ ആയിപ്പോകും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വാട്ടർ കളർ പേപ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്ക് അത് എടുക്കാൻ കഴിയില്ല. അതവിടെ തന്നെ പ്രസ്സായി മാറും. എത്ര ഇളക്കിയെടുത്താലും അത് തിരിച്ചു വരില്ല. ഇങ്ങനെയൊക്കെ പ്രത്യേകതയുണ്ട് സ്റ്റുഡൻറ്റ് വാട്ടർ കളറിന്. എന്നാൽ ആർട്ടിസ്റ്റ് വാട്ടർ കളറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്ത് ചിത്രമാണ് വരച്ചത് ആ ചിത്രത്തിന് ഒരു ബ്ലൂ നിറം കൊടുക്കുമ്പോൾ ബ്ലൂ നിറമാണെങ്കിലും അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതുപോലെ തന്നെ അവിടെ കാണും. അത്രയും ഡീപ്പാണ്, ഒരു ഒറിജിനാലിറ്റിയാണ്. ഒരു ഇലയ്ക്കാണ് നമ്മൾ പച്ച നിറം കൊടുക്കുന്നതെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ മങ്ങിപ്പോകില്ല. എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ ഉണ്ടാകും ആർട്ടിസ്റ്റ് വാട്ടർ കളറ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ഒരു ചിത്രത്തിൻ്റെ മേൽ നമ്മൾ പെയിൻറ്റ് വെച്ചാൽ അല്ലെങ്കിൽ കൊടുത്താൽ അത് വീണ്ടും നമുക്ക് വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാൻ പറ്റും. അത് പെട്ടെന്ന് പറ്റി പിടിക്കില്ല, അല്ലെങ്കിൽ പേപ്പറുമായിട്ടത് പ്രോസസ്സിങ് നടക്കില്ല. അങ്ങനെയൊക്കെ അതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ 2 ഐറ്റമാണ് വാട്ടർ കളറിൽ. 1 സ്റ്റുഡൻറ്റ്, 2 ആർട്ടിസ്റ്റ് വാട്ടർ കളർ. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എൻ്റെ ചെറിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒത്തിരി കുറവുകളുണ്ടാകും, ക്ഷമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നിറങ്ങളിലേക്ക് പോകാം. ഇവിടെ റെഡ്, യെല്ലോ, ബ്രൗണ്. നേരത്തെ പറഞ്ഞു സ്കിൻ ടോൺ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ വിഷയം. സ്കിൻ ടോണ്, മനുഷ്യരെ വരയ്ക്കുമ്പോൾ, കൈ വരയ്ക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിന് എന്ത് നിറമാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇരുണ്ട ആളുകളുണ്ടാകും, വെളുത്ത ആളുകളുണ്ടാകും, ഇരുനിറത്തിലെ ആളുകളുണ്ടാകും. അതിനൊക്കെ ഏത് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും, നോർമലി ഒരു മനുഷ്യൻ്റെ മുഖം വരയ്ക്കുമ്പോൾ സ്കിൻ ടോൺ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പേരുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇതിനകത്ത് 394 സ്കാർലറ്റ് ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 153 കാംബോജ് ഹ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 031 ബ്രാൻഡ് സൈന എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ട്, വലിയ ചിന്തകളുണ്ട്, വിവരണങ്ങളുണ്ട്. അതൊക്കെ ചെറിയ തോതിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അല്പസമയം. നിങ്ങൾ കാണാൻ കഴിയും, ബ്രൗണ്ട് സൈന 031 എന്നുള്ളൊരു പെയിൻറ്റ്. ഇതിനെക്കുറിച്ചാണ് അല്പസമയം നിങ്ങളുമായി സംസാരിക്കുന്നത്. സൈന എന്ന വാക്കിൻ്റെ അർത്ഥം കത്തിച്ച എന്നാണ് അർത്ഥം. എനിക്ക് ലഭിച്ച അറിവുകളും ഞാൻ വായിച്ചറിഞ്ഞതുമായ അറിവുകളും എനിക്ക് പറഞ്ഞു തന്ന അറിവുകളുമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സന്തോഷം. ഓക്കെ, അപ്പോൾ സൈന എന്ന വാക്കിൻ്റെ അർത്ഥം കത്തിച്ച എന്നാണ്. അതെങ്ങനെ ലഭിച്ചു? ഒരു കാര്യം എടുത്തു പറയട്ടെ. വാർലി പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെയുള്ള മൺനിറമായിരിക്കും.
ഒരു കളിമണ്ണ് വെട്ടിയെടുത്ത് അതുകൊണ്ട് പാത്രമുണ്ടാക്കി ആ പാത്രത്തെ ഒരു ചൂളയിൽ വെച്ച് കത്തിച്ച് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ചൂള പൊളിച്ചു നീക്കുമ്പോൾ കാണാൻ കഴിയും ആ തവിട്ട് നിറമുള്ള മണ്ണ് ചുവപ്പ് നിറമായി കാണും. അതുകൊണ്ടാണ് ഇതിന് സൈന അഥവാ കത്തിച്ച എന്ന് അർത്ഥം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തവിട്ട് നിറമുള്ള മണ്ണ് കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറം മാറുന്നു. വടക്കൻ ഇറ്റലിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടാസ്കൻ നഗരം, ആ നഗരത്തിൻ്റെ തലസ്ഥാനമായ സിയനിൽ നിന്നാണ് ഈ നിറത്തിൻ്റെ ഉത്ഭവം. അതായത് വടക്കൻ ഇറ്റലിയുടെ സ്ഥിതി ചെയ്യുന്ന ടാസ്കൻ നഗരത്തിൻ്റെ തലസ്ഥാനമായ സിയനിൽ നിന്നാണ് ഈ നിറത്തിൻ്റെ ഉത്ഭവം. അതിൻ്റെ കാരണം സിയനിൽ നിന്നാണ് കളിമണ്ണ് വെട്ടിയെടുക്കുന്നത്. ആ സിയനിലെ എല്ലാ പട്ടണങ്ങളിലെ ബിൽഡിങ്ങുകളും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇഷ്ടിക കൊണ്ട്, കളിമണ്ണ് കല്ല് കൊണ്ടാണ് ആ പട്ടണം പണിതിരിക്കുന്നത്. അതുകൊണ്ട് ആ തവിട്ട് നിറമുള്ള മണ്ണിനെ കത്തിച്ച് കഴിയുമ്പോൾ നല്ല ചുവപ്പ് നിറത്തിലേക്ക് വന്നതുകൊണ്ട് ആ നിറത്തിന് അവർ കൊടുത്ത പേര്, ആ പട്ടണത്തിൻ്റെ പേര് തന്നെയാണ് സൈന എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര് പോലെ തന്നെ ആ നിറത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് ആ പുരാതന കാലത്ത് സൈന എന്നാണ് പറയുന്നതെങ്കിലും ഈ നിറത്തിന് ഇന്ന് പുതിയ നാമകരണം ടെറാഡ എന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ നിറത്തിന് നമ്മൾ കടയിലൊക്കെ പോയി ചോദിക്കുന്നത് ടെറാക്കോട്ട് പെയിൻ്റ് എന്നാണ്. എന്നാൽ ഇതിൻ്റെ പുരാതനമായ നാമം, പഴയ നാമം എന്ന് പറയുന്നത് ബർണ്ട് സൈന എന്നാണ്. ഈ നിറത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ നിറത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മണ്ണിൻ്റെ നിറക്കൂട്ട്, ശാന്തത, പ്രകൃതി, മനുഷ്യത്വം എന്നൊക്കെ ഉള്ളതാണ്. അതാണ് ഈ ബ്രൗൺ നിറത്തിന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു നിറത്തിൻ്റെ പ്രത്യേകത. ഓക്കെ ഫ്രണ്ട്സ്, നേരത്തെ നമ്മൾ ബ്രോണ്ട് സൈന എന്നുള്ളൊരു കളറിനെ കുറിച്ച് പഠിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഗാംബോജ് ഹ്യൂ എന്നൊരു കളറാണ്. കാണാൻ കഴിയും ഗാംബോജ് ഹ്യൂ എന്നൊരു കളറിനെ കുറിച്ച് 153. ഈ നിറത്തെക്കുറിച്ച് പറയുന്നത് തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലൊന്നായ കംബോഡിയ. ആ കംബോഡിയയിൽ വാട്ടർ കളറുകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. അവിടെയുള്ള ഒരു വൃക്ഷത്തിൻ്റെ കറയിൽ നിന്ന്, സ്രവത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഈ നിറത്തെക്കുറിച്ച് പറയുന്നത്, ഈ പെയിൻറ്റിനെ കുറിച്ച് പറയുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ കംബോഡിയയിൽ വാട്ടർ പെയിൻറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ സ്വാധീനം അവരുടെ ചിത്രകലയിൽ കാണാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ നിറത്തെക്കുറിച്ച് പറയുന്നത് സൂര്യപ്രകാശം, ഊഷ്മളത, ശുഭാപ്തി വിശ്വാസം, സന്തോഷം എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ഈ യെല്ലോ എന്നാണ് പറയുന്നത്. ഇതിന് ഡാർക്ക് യെല്ലോ അഥവാ ഡീപ്പ് യെല്ലോ എന്ന് പറയും. സന്യാസികളൊക്കെ ഇതിൻ്റെ നിറം കൊണ്ട്, ഇതിൻ്റെ ഈ ചായം കൊണ്ടൊക്കെ അവരുടെ വേഷങ്ങളും വസ്ത്രങ്ങളൊക്കെ അവർ ചായം മുക്കാറുണ്ട്. അതുപോലെ തന്നെ 8-ാം നൂറ്റാണ്ടിൽ അവിടെ നിലനിന്നിരുന്ന മാധ്യമങ്ങളൊക്കെ പ്രിൻ്റ് അടിക്കുവാനും അതുപോലെ പുസ്തകം അച്ചടിക്കുവാനും വസ്ത്രത്തിൽ ചായം തേക്കാനുമൊക്കെ ഈ നിറം ഉപയോഗിച്ചിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അടുത്തത് സ്കാർലറ്റ് ലാക്ക് 394. കാമൽ എന്നൊരു കമ്പനിയിൽ ആർട്ടിസ്റ്റ് വാട്ടർ കളറിൽ അടുത്തത് സ്കാർലറ്റ് ലാക്ക് എന്നൊരു നിറത്തെക്കുറിച്ചാണ്. റെഡ് നിറം, മഞ്ഞ കലർന്ന റെഡ് നിറം. ഈ നിറം വളരെ ഊർജ്ജസ്വലതയുള്ള ഒരു നിറമാണ്. ഇത് കാണുന്നവർക്ക് ഊർജ്ജസ്വലത പോലെ പ്രകാശിക്കും. അതുപോലെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നിറമാണ്. എനർജി, അഭിനിവേശം, ആവേശം എന്നിവയുടെ വികാരങ്ങൾ ഉളവാക്കുന്നു ഈ നിറം. അതുപോലെ സംസ്കാരങ്ങളുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട് ഈ നിറത്തിന്. ഇന്ത്യൻ സംസ്കാരമാണെങ്കിലും ചൈനീസ് സംസ്കാരമാണെങ്കിലൊക്കെ ഈ നിറത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ ചൈനീസ് സംസ്കാരത്തിൽ അവർ പറയുന്നത് ഭാഗ്യം എന്നാണ് ഈ നിറത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ
സമൃദ്ധി പ്രതീക്ഷിക്കുന്നു. ഈ നിറത്തെക്കുറിച്ച് അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ നിറത്തെക്കുറിച്ച് പറയുന്നത്. സമൃദ്ധി പ്രതീക്ഷിക്കുന്നു. ഈ നിറത്തെക്കുറിച്ച് മറ്റ് വിശേഷതകൾ സ്നേഹം, പ്രണയം, ചൈതന്യം, ആഡംബരം, അതുപോലെ വിവിധ സംസ്കാരങ്ങളുമായി പാരമ്പര്യങ്ങളുമായി സ്കാർലറ്റ് നിറത്തിന് ബന്ധമുണ്ട്. പാശ്ചാത്യ നാടുകളിൽ നടക്കുന്ന വാലന്റൈൻസ് ഡേ ആ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നിറങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രൂപകൽപ്പനയിലും അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിലും അതുപോലെ ദൃശ്യ തീവ്രത എന്ന് വെച്ചാൽ ഒരു ദൃശ്യം കാണുമ്പോൾ ആ കണ്ണിൽ പതിഞ്ഞ് അത് ഹൃദയത്തിൽ പതിയുന്ന ഒരു നിറമായിട്ട് ദൃശ്യ തീവ്രത സൃഷ്ടിക്കുന്നു ഈ നിറം. അതുകൊണ്ട് ആ ദൃശ്യ തീവ്രതയ്ക്ക് വേണ്ടി ഈ നിറം ഉപയോഗിക്കുന്നു. അതുപോലെ ഇന്ത്യൻ സംസ്കാരത്തിൽ പലവിധമാകുന്ന ദേവതകളെയും കുറിച്ചും ഇത് പ്രതികരിക്കുന്നു. അതിൽ ദുർഗാദേവിയെക്കുറിച്ച് ഈ നിറം പ്രതികരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിറത്തെക്കുറിച്ച് പറയുന്നത് സ്കാർലറ്റ് ലേക്ക്, ഒരു തടാകം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ ഫ്രണ്ട്സ്, ഈ 3 നിറങ്ങളെയും കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന് നമ്മൾ നോക്കി ബ്രാൻഡ് സൈന, അതുപോലെ തന്നെ കാംബോജ് ഹ്യൂ, അതുപോലെ സ്കാർലറ്റ് ലേക്ക്. ഈ 3 നിറങ്ങളെക്കുറിച്ച് പഠിച്ചു. ഈ 3 നിറങ്ങളും ചേർത്ത് എങ്ങനെ സ്കിൻ ടോൺ നിർമ്മിക്കാം, ആ സ്കിൻ ടോണിനകത്തുള്ള ഹാർഡ്, മിഡിൽ, സോഫ്റ്റ് എന്നുള്ള പെയിൻറ്റിങ് മിശ്രിതങ്ങളൊക്കെ പഠിക്കാം നമുക്ക്. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുപോലെ സ്കിൻ ടോൺ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാം, ഫേസ് എങ്ങനെ വരയ്ക്കാം, അതൊക്കെ അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം. ഓക്കെ, ബൈ.